ഇത് വാങ്ങി തരൂലേ? പാക്ക് ചെയ്യല്ലേ? ഇത് പാക്ക് ചെയ്യല്ലേ? അതോ മലബാർ ഗോൾഡ് പോയി ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടാക്കി തരൂ? ഹലോ, കേൾക്കുന്നില്ല. ബ്രൈഡൽ ഡ്രസ്സിന്റെയും അതുപോലെ തന്നെ ബ്രൈഡൽ ജ്വല്ലറിന്റെയും ഒരു അടിപൊളി കളക്ഷൻ, അതും റീസണബിൾ റേറ്റിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ടിഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ. ഐറ ബ്രൈഡൽ റെൻ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഈ ഷോപ്പ് ഷെഫാൻ ഖാൻ്റെ ഫ്രണ്ടിൻ്റെയാണ് കേട്ടോ. ആഷിഖ് എന്നാണ് ആളുടെ പേര്. ആഷിഖും വൈഫ് ഷാനിയും കൂടെയാണ് ഇത് റൺ ചെയ്യുന്നത്. നമ്മൾ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ 2nd ഫ്ലോറിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്. ഇപ്പോൾ വെഡ്ഡിങ് സീസണൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഒരു ബ്രൈഡിന് ആവശ്യമുള്ള ഒട്ടുമിക്ക സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ബ്രൈഡൽ ഡ്രസ്സ് ഉണ്ട്, ബ്രൈഡൽ ജ്വല്ലറീസ് ഉണ്ട്, പിന്നെ ആക്സസറീസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഈവൻറ്റ്സ് ഒക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ആവശ്യമുള്ള പ്രോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ. ഞാനിത് അവിടെ വന്നപ്പോൾ തന്നെ ഹിലുവിനൊരു കുഞ്ഞ് നെക്ലേസ് കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുത്തതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അവൾക്കിതൊക്കെ കണ്ടിട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ട്, ഈ ഒരു കളറും ഇതിൻ്റെ ഒരു ഡിസൈനൊക്കെ. ഹിലുവിൻ്റെ മാല തൊട്. ഹിലുവിൻ്റെ മാല എവിടെ? ഹിലുവിൻ്റെ കഴുത്തിൽ ഇട്ട മാല എവിടെ? മായ. ആദ്യം തന്നെ ഞാനും ഹിലും എന്താ ഈ ഒരു ചോക്കർ സെറ്റ്, നെക്ലേസ് സെറ്റിൻ്റെ ഒക്കെ കളക്ഷനിലാണ് കേട്ടോ നോക്കുന്നത്. അവിടെ നമുക്ക് എല്ലാ ടൈപ്പിലും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹെവി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതുണ്ട്, സിമ്പിളായിട്ടുള്ളതാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ടൈപ്പും ഉണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഇൻ ബിറ്റ്വീൻ ആണെന്നുണ്ടെങ്കിൽ ആ റേഞ്ചും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിനകത്ത് തന്നെ ഡയമണ്ട് കളക്ഷൻസ്, ആൻറ്റി കളക്ഷൻസ്, ബീഡ്സ്, സ്റ്റോണ്, ഈ ടൈപ്പിലൊക്കെ വരുന്നതുണ്ട്. നമുക്ക് ഏത് ഡ്രസ്സാണോ അതിൻ്റെ കൂടെയൊക്കെ മാച്ച് ആക്കാം കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ജോധാ അക്ബറിൽ ഐശ്വര്യ റായ് ഒക്കെ ഇട്ടിട്ടില്ലേ, ആ ഒരു ടൈപ്പ് നെക്ലേസും ലോങ് ചെയിനൊക്കെ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. നല്ല ഭംഗിയുണ്ട്. നമുക്ക് നെക്ലേസിൻ്റെ കൂടെ തന്നെ പെയർ ചെയ്യാൻ പറ്റുന്ന മാച്ചിങ് ആയിട്ടുള്ള ലോങ് ചെയിൻസും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ സാരിയൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഗൗണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ബ്രൈഡ്സിന് മാത്രമല്ല, ഇനിയിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ക്ലോസ് റിലേറ്റീവിൻ്റെ വെഡ്ഡിങ്ങിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഡിസൈൻസും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അവരുടെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് കേട്ടോ. ഒരുപാട് ഡിസൈൻസ് ഇനിയും ഉണ്ട്, പക്ഷേ റീസെൻറ്റ് പർച്ചേസ് മാത്രമാണ് അവരിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇതേ ഐറ്റംസ് നമ്മളിപ്പോൾ കോഴിക്കോടൊക്കെ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചാർജ് ഉണ്ടാവും. ഭയങ്കര ഹെവി ആയിരിക്കും അവിടത്തേക്ക് പ്രൈസ് വരുന്നത്, റെൻറ്റൽ പ്രൈസ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, റീസണബിൾ ആയിട്ടുള്ള റെൻ്റൽ പ്രൈസ് ആണ് കേട്ടോ വരുന്നത്. എല്ലാം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇനി ഇതാ ഇവിടുത്തെ ബാംഗിൾ സെക്ഷൻ കാണാം. അടിപൊളിയാണ് കേട്ടോ, നല്ല കളർഫുള്ളാണ്. നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാംഗിൾസ് ഇവിടെ ഉണ്ട്. സെയിം കളർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഉണ്ട്. ഇനിയിപ്പോൾ ഗോൾഡൻ ആ ഒരു രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ അതുമുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മൾ പണ്ടൊക്കെ നമ്മളെ വളേൻ്റെ അടിയിൽ ഇങ്ങനെ വരൂലേ ഒരു ജുംക്ക പോലെ ഒരു സാധനം, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് ട്രെൻഡിങ് ആണല്ലോ, എല്ലാ വെഡ്ഡിങ്ങിലും ഇങ്ങനത്തെ ഒരു ടൈപ്പ് ബ്രൈഡ് എന്തായാലും ഇട്ടിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു സെക്ഷനിൽ അവർ ഒരുപാട് ഡയമണ്ട് ബാംഗിൾസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് എല്ലാം. പിന്നെ ഞാൻ നേരത്തെ ഈ ഒരു ലെയർ ചെയിൻ കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇനി ഇതാ നമുക്ക് ഇയർ റിങ്സിൻ്റെ ഒന്ന് നോക്കാം. ഇയർ റിങ്സ് ഇപ്പോൾ നമ്മൾ ചെയിൻ്റെ കൂടെ തന്നെ പെയറായിട്ട് വരുന്ന ടൈപ്പും ഉണ്ട്. ഇനി അതല്ലാണ്ട് നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. എല്ലാ കളറും ഉണ്ട്, എല്ലാ ഡിസൈനും ഉണ്ട്, സിമ്പിളും ഹെവിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇതാ ഞാൻ കുറച്ച് റിങ്സ് നോക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് റിങ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റോൺ വരുന്നതാണ് കേട്ടോ ഇട്ട് നോക്കിയത്. എൻ്റെ ഡ്രസ്സിനോട് മാച്ച് ആക്കുന്ന രീതിയിൽ ചെയ്ത് നോക്കിയതാണ്. ഞാൻ യൂഷ്വലി ഇങ്ങനത്തെ ഒന്നും ഇടാത്ത ആളാണ് കേട്ടോ. അപ്പോൾ എനിക്കിതൊക്കെ ഇട്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഞാനിങ്ങനെ ഓരോന്നും ഇട്ടിട്ട് ഇങ്ങനെ ഷെഫാൻ ഖാനെ കാണിക്കാൻ കേട്ടോ. ഇത് രസമുണ്ടോ, ഇത് രസമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് മനസ്സിന് ഇഷ്ടമാവുന്ന എല്ലാ ടൈപ്പ് ഡിസൈനും ഉണ്ട് കേട്ടോ. സിമ്പിൾ ആണെങ്കിൽ അങ്ങനെയുണ്ട്, ഹെവി ആണെങ്കിൽ അങ്ങനെയുണ്ട്, ഡയമണ്ട് വർക്കിലും സ്റ്റോൺ വർക്കിലൊക്കെ വരുന്നുണ്ട്. പിന്നെ കുറേ റോയൽ ടൈപ്പ് ഉണ്ട് കേട്ടോ, കുറച്ച് ഭയങ്കര ഹെവി ആയിട്ട് വരുന്ന അങ്ങനത്തെ റിങ്സൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ കുറേ റിങ്സ് ഇട്ട് മൂരിയൊക്കെ നോക്കി ട്രൈ ചെയ്തു. അതിനുശേഷം ഞാൻ ഹിലുവിനെ ഒന്ന് വെച്ച് നോക്കിയിട്ട് റിങ്ങൊക്കെ, അവൾക്കും ഇതൊക്കെ ഇഷ്ടമാണ്, ഓർണമെൻറ്റ്സ് ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഞാൻ അധികം ഒന്നും ഇട്ട് കൊടുക്കാറില്ല. പിന്നെ ഇതൊക്കെ ജസ്റ്റ് ഞാനിങ്ങനെ വെച്ച് നോക്കായിരുന്നു കേട്ടോ അവളെ കയ്യിൽ. പക്ഷെ കുഞ്ഞു കൈയല്ലേ, അപ്പം അത്ര പാകമൊന്നുമില്ല. പിന്നെ
അവൾക്കും തന്നെ അത് കംഫർട്ടബിൾ ആയിരുന്നില്ല കേട്ടോ, കുറച്ച് വലുതായതുകൊണ്ട്. പിന്നെ ഇതാ ഇങ്ങനെ ബ്രേസ്ലെറ്റ് റിങ്സ് ഉണ്ടല്ലോ, കൈമലഞ്ചി എന്നാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ പറയുക. അതിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയാന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഓർണമെൻറ്റ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ മാങ് ടീക്ക. നമ്മൾ നെറ്റിയിലായിട്ട് ഇങ്ങനെ സെൻറ്ററിൽ വെക്കൂലേ, ചുട്ടി മാട്ടി എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾക്ക് പേളിലും സ്റ്റോണിലും ഡയമണ്ട് സെറ്റിലൊക്കെ വരുന്ന നല്ല കളക്ഷനാണ് കേട്ടോ ഉള്ളത്. എനിക്ക് നല്ല ഇഷ്ടമായി. സിമ്പിളും ഹെവി ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാനിതാ ജസ്റ്റ് ഒന്ന് ഹിലുവിൻ്റെ മേൽ വെച്ച് നോക്കിയതാണ് കേട്ടോ. പക്ഷേ അവൾക്ക് അത്ര ഇഷ്ടമായില്ല, കുറച്ച് ഹെവി അല്ലേ. ലാസ്റ്റ് ഞാൻ തന്നെ വെച്ച് നോക്കി. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്കാർഫൊക്കെ ഇടുമ്പോൾ ആകെ പുറത്ത് കാണുന്നത് ഈ ഒരു ഐറ്റം ആയിരിക്കും ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അത് നല്ല രസമായിരിക്കും കേട്ടോ നമ്മളെ മുഖത്തിന്. അപ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ക്ലോസ് റിലേറ്റീവിൻ്റെ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം എന്ന് ഞാനിങ്ങനെ ഷഫാൻ ഖാൻ്റെ അടുത്ത് പറയായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ വെഡ്ഡിങ് ഡ്രസ് കളക്ഷൻ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. ഈ ഒരു സെക്ഷൻ ഫുള്ള് ഗൗണാണ് കേട്ടോ. ഇത് ഏത് ടൈപ്പ് വെഡ്ഡിങ്ങിനും പറ്റും. നമുക്കിപ്പോൾ വൈറ്റ് കണ്ടില്ല, ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു വൈറ്റ് ഗൗണാണിത്. അടിപൊളിയായിരിക്കും കേട്ടോ. ഇപ്പം എല്ലാവരും കൂടുതൽ ഗൗൺസൊക്കെയാണ് അധികം ഇടുന്നത്. പിന്നെ ഇതൊരു വെറൈറ്റി പാറ്റേൺ ആണ് കേട്ടോ. ലൂസ് ഫിറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ബ്രൈഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇങ്ങനെ ഒരു ഔട്ടർ, ഒരു കഫ്താനി ടൈപ്പ് ജാക്കറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഗൗൺസിനെ പോലെ തന്നെ ഒരുപാട് വെറൈറ്റി ലെഹങ്കാസും ഉണ്ട് കേട്ടോ ഇവിടെ. അതിൽ തന്നെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ളതും ഉണ്ട്, നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്ന പ്രീമിയം റോയൽ ടൈപ്പ് ലെഹങ്കാസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷനൊക്കെ ഇങ്ങനത്തെ റോയൽ ടൈപ്പ് ലെഹങ്കാസ് ആണ്. ഭയങ്കര വെയിറ്റ് ഉണ്ട് കേട്ടോ. അത്രയും ഹെവി വർക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ പ്രീമിയം ടൈപ്പ് ലെഹങ്കാസൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. പക്ഷേ സ്റ്റേജിലും അതുപോലെ തന്നെ ഫോട്ടോയിലൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 30,000 എബോവ് ഒക്കെ ആയിട്ടായിരിക്കും റേറ്റ് വരുന്നത്. പക്ഷേ ഇതൊക്കെ ഇവിടെ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള റേറ്റിനാണ് കേട്ടോ കിട്ടുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും നമുക്ക് ആഷിഖിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചറിയാം. ഇത് ഒരു ബ്രൈഡൽ റെന്റൽ ഷോപ്പാണ്. കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സീഗോ ബേക്കറിക്കൽ ബിൽഡിങ്ങിലുള്ള സെക്കൻഡ് ഫ്ലോറിലാണ് വരുന്നത്. ഏറ എന്നാണ് ഷോപ്പിൻ്റെ പേര്. നമ്മളിവിടെ 3 years ആയി. പിന്നെ ഇവിടെ ഡ്രസ്സ്, ബ്രൈഡൽ ഡ്രസ്സ്, ഓർണമെൻറ്റ്സ്, പിന്നെ അതേപോലെ മേക്കപ്പ്, മെഹന്തി, ഹൽദിക്കുള്ള സാധനങ്ങൾ, പിന്നെ അതേപോലെ ബ്രൈഡൽ പ്രോപ്സുകൾ, അതെല്ലാം ഉണ്ട്. ഒരു ടോട്ടൽ ബ്രൈഡിൻ്റെതായിട്ടുള്ള ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്. ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 1000 മുതൽ 6000 വരെയാണ് നമ്മുടെ റേഞ്ച് വരുന്നത്. ഈ 6000 എന്നുള്ളത് റോയൽ ടൈപ്പ്, ഹെവി ടൈപ്പ് ലെഹങ്കയിലൊക്കെ വരുന്നതാണ്. ഏകദേശം 20,000 മേലെ വെറുത്ത് വരുന്ന ഡ്രസ്സിനാണ് നമ്മളിവിടെ 6000 ഒക്കെ ഇട്ടിട്ടുള്ളത്. പിന്നെ പ്രീമിയം ടൈപ്പ് ഡ്രസ്സുകളാണെന്നുണ്ടെങ്കിലും ആ റേഞ്ചിൽ നമുക്ക് കിട്ടും. ഒരു 5,000 മേലൊക്കെ ആയിട്ട് ഉണ്ട്. പിന്നെ ഒരു ഫംഗ്ഷൻ്റെ റെൻ്റാണിത്. 3 to 4 days പരിപാടിൻ്റെ തലേന്നൊക്കെ ആയിട്ട് കൊണ്ടുപോവുക. പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം തിരിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ അടുത്ത് ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഉണ്ട്. ചോക്കർ സെറ്റിൽ തന്നെ, ചോക്കർ സെറ്റിൽ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സിമ്പിൾ ടൈപ്പ്, വെരി സിമ്പിൾ ടൈപ്പ് വരുന്നത്. സിമ്പിൾ സെറ്റായിട്ട് കൊടുക്കാൻ പറ്റിയതായിട്ടുള്ള 50 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ നമ്മളുടെ ഹെവി ടൈപ്പ് ചോക്കറുകൾ വരുമ്പോൾ മെഹന്തി പോളിഷ്, അതേപോലെ കുന്തൻ ടൈപ്പ്, AD ഡിസൈന്, വിക്ടോറിയ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പ്രീമിയം ടൈപ്പ് ചോക്കർ സെറ്റുകൾ വരുന്നുണ്ട്. ആൻറ്റിക്കിലായിക്കോട്ടെ, ആൻറ്റിക്കിലൊക്കെ നമ്മൾ കളക്ഷൻ തുടങ്ങുന്നത് ഒരു 500 തോതിൽ 1500, 1800 ആ റേഞ്ചിലൊക്കെയാണ് മാക്സിമം നമുക്ക് വരുന്നത്. അതന്നെ വളരെ ഹെവി ടൈപ്പ് ആയിട്ടുള്ള ചോക്കർ സെറ്റിനാണ് വരുന്നത്. അതിൽ ഇയറിങ്, ടിക്ക, ചോക്കർ, അങ്ങനെ ആയിരിക്കും ഒരു സെറ്റ് ഉണ്ടാവുക കേട്ടോ. ഇത് ആൻറ്റീക്കിൽ വരുന്ന ചോക്കർ സെറ്റാണ്. മൾട്ടി കളറാണ്. അതിൽ ഇപ്പോൾ കൂടുതലായിട്ട് ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണത്. ഇത്തരത്തിലുള്ള ഒരു മൾട്ടി ബേസ്ഡ് ആയിട്ടുള്ള കളറ്, മിൻറ്റ് പ്ലസ് പിങ്ക്, ലൈറ്റ് പിങ്കിൽ വരുന്ന ടൈപ്പ്. ഇത് 1200 റേഞ്ചിലൊക്കെയാണ് ഉള്ളത്. ഇതിൽ കുറഞ്ഞതും ഉണ്ട്, കൂടിയതും ഉണ്ട്.
അപ്പം നിങ്ങൾക്ക് ഈ കളക്ഷനെ കുറിച്ചൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി ഇതാ ഞാൻ ഇവിടുത്തെ ലേറ്റസ്റ്റ് മോഡലൊക്കെ ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കുകയാണ് കേട്ടോ. ഞാൻ ഷോപ്പിൽ വന്നപ്പോൾ തന്നെ ഷഫാൻകാക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ചോക്കർ സെറ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രസ്സിലേക്ക് മാച്ച് ആവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ വെച്ച് നോക്കിയതാണ്. എല്ലാം അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ. പിന്നെ ഇവർക്ക് ബ്രൈഡൽ ജ്വല്ലറി ആൻഡ് ഡ്രസ്സ് അല്ലാതെ തന്നെ ബ്രൈഡൽ മേക്ക് ഓവറും കൂടെ ഉണ്ട്. അതിനകത്ത് ബ്രൈഡൽ മേക്കപ്പും അതുപോലെ തന്നെ ബ്രൈഡൽ മെഹന്തിയും ചെയ്യുന്നുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് കേട്ടോ ആഷിഖാക്കാൻ്റെ വൈഫ് ഷാനി. അവളാണ് ബ്രൈഡൽ മേക്ക് ഓവർ ചെയ്യുന്നത്. ഇവർക്കൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇവർ ചെയ്ത മേക്ക് ഓവറും അതുപോലെ തന്നെ ഇവരുടെ കളക്ഷൻസിൻ്റെ ഒക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാവും. ബ്രൈഡൽ മേക്ക് ഓവറൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ ഇൻസ്റ്റാ ഐഡിയും അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറും കൊടുക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കയറി നോക്കൂ. പിന്നെ ഇതാ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇവിടുത്തെ പ്രീമിയം ലഹങ്കാസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ജസ്റ്റ് ഷോളെ വെച്ച് നോക്കുന്നുള്ളൂ, കാരണം ഭയങ്കര ഹെവിയാണ് കേട്ടോ. ഹിലൂനെ വെച്ച് ഇതൊന്നും ട്രൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ എൻ്റെ ബ്ലാക്ക് ഡ്രസ്സിലായിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഇതിൻ്റെ ഷോളൊക്കെ നല്ല സിമ്പിളാണ്, പക്ഷേ എലഗൻ്റ് ആണ് കേട്ടോ. ലെഹങ്കേൻ്റെ കൂടെ ഇട്ട് വരുമ്പോൾ അടിപൊളിയായിരിക്കും കാണാനായിട്ട്. ഇത് വാങ്ങിത്തരൂല്ലേ? ഇത് വാങ്ങിത്തരാ അല്ലേ? പാക്ക് ചെയ്യല്ലേ? ഇത് പാക്ക് ചെയ്യല്ലേ? അതോ മലബാർ ഗോൾഡ് പോയി ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടാക്കി തരുമോ? അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി വെഡ്ഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വെഡ്ഡിങ് ഉണ്ടെങ്കിൽ ഈ ഷോപ്പിലൊന്ന് വന്ന് നോക്കുക. അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാ പേജ് ഉണ്ട്, ഐറ ബ്രൈഡൽ റെൻ്റൽ എന്നാണ് കേട്ടോ പേര്. അതിനകത്തൊന്ന് കയറി നോക്കിയാൽ അവരുടെ ലേറ്റസ്റ്റ് കളക്ഷൻസും ബ്രൈഡൽ മേക്ക് ഓവറൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസ് ആണ്. ബ്രൈഡൽ മേക്ക് ഓവറും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ പറ്റുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.